നമസ്കാരം കൂട്ടുകാരെ, ആദീസ് ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചപ്പൻ്റെ വൈഫിൻ്റെ 5-ാം മാസത്തെ ചടങ്ങാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 5-ാം മാസത്തെ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആ ചടങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വന്ന സമയത്ത് അവിടെ അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലാവണ്യയുടെ അമ്മയും പെരിയമ്മയും പിന്നെ എൻ്റെ അങ്കിളുടെ വൈഫും കൂടെ അവിടെ ഒന്ന് എന്താ പറയുക, താരത്തിലൊക്കെ അങ്ങനെ എല്ലായിടത്തും ക്രമീകരിച്ച് വയ്ക്കുകയായിരുന്നു കേട്ടോ. ഇതേ സമയം തന്നെ അടുക്കളയിൽ ലാവണ്യയുടെ അമ്മയും പെരിയമ്മയും, അവർ തമിഴ്നാട്ടുകാരാണ്, പോണ്ടിച്ചേരിക്കാരുണ്ട്. അവർ അടുക്കളയിൽ അതിൻ്റെ ക്രമീകരണം, അവരുടെ നാട്ടിലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെ. അത് കഴിഞ്ഞ് ചടങ്ങ് ആരംഭിച്ചു. ചടങ്ങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അമ്മയുടെ മാമൻ, അവർ കാരണവരാണ്, മൂത്ത സ്ഥാനം. അപ്പം അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ചടങ്ങ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഹിന്ദുസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചടങ്ങിനെ പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരവരുടെ നാട്ടിൻ്റെതായ ചടങ്ങുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇങ്ങനെ വിളക്ക് കത്തിച്ച് അപ്പച്ചൻ പൊട്ട് തൊട്ട് പൂമാലയിട്ട് പൊട്ട് തൊട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോരുത്തരായിട്ടൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ എല്ലാവരും ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത് വന്നത് കൊച്ചപ്പൻ്റെ അമ്മ അനിത ആൻറ്റി. ഞങ്ങൾ അനിത ആൻറ്റി, എൻ്റെ അമ്മയുടെ ആൻറ്റിയാണ്, ഞങ്ങളും ആൻറ്റി എന്ന് വിളിക്കും. അനിത ആൻറ്റിയാണ് രണ്ടാമത് വന്നിട്ട് രണ്ടാൾക്കും പൊട്ട് വയ്ക്കണമെന്നാണ്, ചന്ദനവും കുങ്കുമവും വയ്ക്കണമെന്നാണ്. പിന്നെ വന്നത് അമ്മയുടെ മൂത്ത ആൻറ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരിപാടിയൊക്കെ ചെയ്തില്ല അപ്പച്ചൻ്റെ വൈഫാണ്. ഈ അമ്മമ്മ വന്നു കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മാമ്മയും വന്ന് പൊട്ട് ചന്ദനവും കുങ്കുമവും ഒക്കെ തൊട്ടു. അമ്മമ്മയാണെങ്കിൽ ആകെ വയ്യാതിരിക്കും, നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, അമ്മമ്മയ്ക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ അമ്മമ്മ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവളുടെ പിന്നെ ആരാ വെച്ചെന്ന് പറഞ്ഞാൽ ആൻറ്റിയാണ്, അമ്മയുടെ സഹോദരൻ്റെ വൈഫാണ് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വെച്ചത് അവളുടെ പെരിയമ്മ, അവളുടെ പെരിയച്ഛൻ്റെ വൈഫ് പെരിയമ്മ. അങ്ങനെ അവർ വെച്ച് അവിടെ നിന്ന് തമിഴ്നാട് വന്നു. പിന്നെ എൻ്റെ മമ്മി വെച്ചത്, അത് അമ്മയുടെ അനിയത്തി മമ്മി വെച്ചായിരുന്നു. പൊട്ട് രണ്ടാൾക്കും കുങ്കുമവും ചന്ദനവും വെച്ചു. ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും, എല്ലാവരും വെക്കണം കേട്ടോ. അതാണ് ഇവരുടെ ഒരു മര്യാദ എന്ന് പറഞ്ഞത്, ഒരു ചടങ്ങെന്ന് പറഞ്ഞത്, ഒരു വെറൈറ്റി ചടങ്ങാണ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാനാണ് വെച്ചത് കേട്ടോ. ഞാൻ ചന്ദനവും കുങ്കുമവും തൊട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് വയ്ക്കാൻ തുടങ്ങി. പിന്നെ അവളുടെ അച്ഛനും വലിയച്ഛനും വെച്ചു. അവളുടെ വലിയച്ഛൻ ആദ്യം വെച്ച്, പിന്നെ അച്ഛൻ വെച്ചു. പിന്നെന്താ പറയുക, തമിഴ്നാട്ടിലെ ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ചടങ്ങാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആകാംക്ഷയാണ് കേട്ടോ അത് കാണാൻ, ഈ ചടങ്ങുകളൊക്കെ പറ്റി. പിന്നെ വെച്ചത് അവളുടെ അമ്മയാണ് കേട്ടോ. അവളുടെ അമ്മ അവൾക്കും കൊച്ചപ്പനും കുങ്കുമവും ചന്ദനവും തൊട്ടു. പിന്നെ എന്ന് പറഞ്ഞാൽ 5-ാം മാസത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ 5 ഐറ്റം ഫുഡ് കൊടുക്കണമെന്നാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അങ്കിളുടെ വൈഫ് ആൻറ്റിയും സ്റ്റാർട്ട് ചെയ്തത്. 5 ഐറ്റം എന്ന് പറഞ്ഞാൽ ലെമൺ റൈസ്, കേർഡ് റൈസ്, പുളിയോദര, പിന്നെ എന്താ പറയുക ചക്കര പൊങ്കൽ, പിന്നെ കോക്കനട്ടൊക്കെ ഇട്ട് റൈസ്. പിന്നെ ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങി. പിന്നെ കൊച്ചപ്പൻ്റെ അമ്മ അനിത ആൻറ്റി കൊടുത്തു. പിന്നെ അവളുടെ പെരിയമ്മ കൊടുത്തു. എല്ലാം ഈ 5 ഐറ്റത്തിൽ നിന്ന് എല്ലാവരും കുറേശ്ശെ അവൾക്കും കൊടുക്കണം, കൊച്ചപ്പനും കൊടുക്കണം എന്നായിരുന്നു കേട്ടോ. കൊച്ചപ്പനാണെങ്കിലും ഞങ്ങളുടെ സെയിം ഏജാണ് സത്യം പറഞ്ഞാൽ കൊച്ചപ്പന്. എൻ്റെ അമ്മയുടെ ആൻറ്റിയുടെ മകനാണെങ്കിലും ഞാനും ചേച്ചിയും അവനൊക്കെ ഞങ്ങൾ കുഞ്ഞിലെ കളിച്ച് വളർന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലഡു കിട്ടി. ഞാനും മിന്നും കൂടെ ലഡുവൊക്കെ തിന്നങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെയാണ് കൊടുക്കേണ്ടത്. എനിക്കാണെങ്കിൽ കൈ വിറച്ചിട്ടിങ്ങനെ പാടില്ല, എന്നാലും ഞാൻ എല്ലാം കൊടുത്തു. പിന്നെ അവളുടെ അച്ഛൻ, പിന്നെ അമ്മ, പിന്നെ എന്നിടയ്ക്ക് എൻ്റെ ചേച്ചി കൊടുക്കാൻ പോയാൽ ഞാൻ വീടെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് കൊച്ചപ്പൻ്റെ അനുജന് അഖിൽ കൊച്ചപ്പൻ, അവർ കൊടുത്തു. പിന്നെ എൻ്റെ അനുജൻ കൊടുത്തു. എല്ലാവരും കൊടുക്കണം നിർബന്ധമാണ് കേട്ടോ. 5 ഐറ്റം ഫുഡ് അവൾക്ക് കൊടുക്കണമെന്നൊരു നിർബന്ധമാണ്. ലാസ്റ്റ് കൊടുത്തത് അവളുടെ ഹസ്ബൻഡ്, നമ്മുടെ കൊച്ചപ്പനാണ് കൊടുത്തത് ലാസ്റ്റ്. പിന്നെന്താ പറയുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ആരതി ഒഴിയുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ 3 ആളാണ് ആരതി ഒഴിഞ്ഞത്. ഞാൻ, ആൻറ്റി, മിന്നു, ഞങ്ങൾ 3 ആളാണ് ആരതി ഒഴിഞ്ഞത്. ആരതി ഒഴിഞ്ഞിട്ട് പിന്നെ ആരതി ഒഴിഞ്ഞ തട്ടമില്ലേ, അതൊന്ന് പൊട്ടിടണം. 3 ആളും കുങ്കുമവും ചന്ദനവും അവരെ കൊണ്ട് വെള്ളത്തിലിങ്ങനെ കലക്കുന്നുണ്ട്, അത് വെച്ച് പൊട്ട് വയ്ക്കണം. പൊട്ട് വെച്ചിട്ട് ആ തട്ടം അവളുടെ നാത്തൻ, അതായത് എൻ്റെ ആൻറ്റി കൊണ്ടുപോയി അത് മുറ്റത്ത് അങ്ങനെ എന്തോ ഇടണം. അങ്ങനത്തൊക്കെ പല ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.
അങ്ങനെ ഓരോ ചടങ്ങാണ് കേട്ടോ. കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നും. കാരണം നമ്മളിതൊന്നും കണ്ട് ശീലമില്ല, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ ഓരോ എന്താ പ്രത്യേകത കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ വരുന്നവർക്കെല്ലാവർക്കും അവർ വെറ്റില, പാക്ക്, കുറച്ച് മുല്ലപ്പൂവ്, പഴം ഇത് കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും അവർ കൊടുക്കും. അപ്പോൾ എനിക്കും കിട്ടി, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇതിങ്ങനെ കാണുന്നുള്ളൊരു വെറൈറ്റി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം കയ്യിൽ കിട്ടിയ പാക്കിന് എല്ലാവരും പൊട്ടിച്ച് വായിട്ടിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട്. മിന്നുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? മിന്നുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മണം വന്നിട്ട് ഒരുമാതിരി എന്താ പറയുക, പൽപ്പൊടിയില്ലേ, പൽപ്പൊടിയുടെയൊക്കെ ടേസ്റ്റാണ്. പിന്നെ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയൊക്കെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എനിക്ക് വായിട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം വേറെ എനിക്ക് തോന്നിയില്ല. നമ്മൾ പൽപ്പൊടിയുടെ ടേസ്റ്റ്, പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര കട്ടകളൊക്കെ ഉണ്ട്. അതിങ്ങനെ വായിലിട്ട് ഇറക്കണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറക്കിയില്ല. ഞാൻ 2 പാക്കറ്റ് വായിലിട്ടിട്ട് ഇങ്ങനെ ചവച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു മുറ്റത്തൂടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇത് പൊട്ടിച്ച് വായിലിട്ട് ടേസ്റ്റ് നോക്കുന്ന പരിപാടിയായിരുന്നു റോഡ് നിന്നുകൊണ്ട്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വായിലിട്ടിങ്ങനെ വായിലിട്ടെന്ന് എന്താ പറയുക, ഒരു വെറൈറ്റി എന്താ പറയുക ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും കുറേ തൊപ്പി വായൊക്കെ കഴിയിട്ട് പിന്നെ പഴം കഴിച്ചിട്ട് ഇടയ്ക്ക് അങ്കിളുടെ താരത്ത് കഴിഞ്ഞില്ല, ആൻറ്റിയുടെ മോള് വന്നായിരുന്നു. അവൾ സ്കൂട്ടി പിടിക്കാൻ വരുന്നെങ്കിൽ കുട്ടൂസ് അവിടെ നിന്ന് മുറ്റുന്ന കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ മൂത്ത മാമൻ്റെ മകനും വൈഫും അവരും വന്നായിരുന്നു. അവരിങ്ങനെ അമ്മയുടെ അമ്മയും പിന്നെ അമ്മയുടെ ആൻറ്റിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും ഇട്ട് പിന്നെ ഇടയ്ക്ക് കുട്ടൂസ് ഡാൻസ് കളിക്കുന്നുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഡാൻസ് എടുക്കുന്നുണ്ട്. കുറച്ച് ഡാൻസ് കളിക്കും, പിന്നെ അമ്മയുടെ പോണ്ട് വാശി പിടിക്കും. പിന്നെ ഇതൊക്കെ എന്താ പറയുക, അടുത്തിരുന്ന് നമ്മളൊക്കെ ഇരുന്ന് ഇങ്ങനെ അവൻ്റെ പരിപാടികൾ. പിന്നെ നമ്മൾ ബന്ധുക്കൾ കൂടി അറിയാമല്ലോ, നുണ പറഞ്ഞിരിക്കുന്ന പരിപാടിയാണല്ലോ ബന്ധുക്കൾ കൂടി. അങ്ങനെ സംസാരിച്ചങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. ഇതെൻ്റെ അമ്മയുടെ ലാസ്റ്റ് അനുജനാണ്. പക്ഷെ കണ്ടാൽ പറയുമോ, മുടി ഉണ്ടെന്നേ ഉള്ളൂ, വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. അമ്മയുടെ ലാസ്റ്റ് അനുജനാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിട്ടാ. ഭക്ഷണം ഒരു രക്ഷയില്ല. 5 ഐറ്റം നേരത്തെ പറഞ്ഞ 5 ഐറ്റം എന്താ പറയുക, 5 ഐറ്റം ചോറും പിന്നെ കറികളും ഒക്കെ സൂപ്പറായിരുന്നു. സദ്യ സൂപ്പറായിരുന്നു. പിന്നെ അവർ പോകാനിറങ്ങി വന്നവർ അവിടെ നിന്ന് അവളുടെ അമ്മ, അച്ഛൻ, വലിയമ്മ, വലിയച്ഛൻ, വലിയമ്മയുടെ മോൻ, ഇവർ 5 പേരാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവർ പോകാനിറങ്ങി. ഇവർ യാത്രയൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ അവർ പോയതിന് ശേഷം ഞങ്ങൾ അവരുടെ പുറകെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എന്തായാലും കുറേ നേരം അടിച്ചു പൊളിച്ച് കാണാത്ത കാഴ്ചകളൊക്കെ കണ്ടപ്പം ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. താങ്ക് യു.